ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്ത്യ PSC അക്കാഡമിയിലേക്ക് സ്വാഗതം. ശ്രദ്ധിക്കുക, നിലവിൽ ഈ വരുന്ന ഡിസംബർ 20 കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷ നടക്കാൻ പോകും അല്ലേ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഏവരും പഠിച്ചു തുടങ്ങി കാണണം. ഒരു പക്ഷേ ഇനിയും തുടങ്ങാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്, ഈ സിലബസിന്റെ പ്രിന്റ് ഔട്ട് ഒന്ന് എടുക്കണം. നമ്മുടെ ഒരു ഒഫീഷ്യൽ സിലബസ് ഉണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കുക. ആ സിലബസിന്റെ പ്രിന്റ് ഔട്ട് കൃത്യമായി എടുക്കുകയും പഠനം അതിശക്തമായി ഇത്രയും പെട്ടെന്ന് ആരംഭിക്കുക. അപ്പൊ നമുക്ക് നോക്കിയാലോ. അപ്പം അപ്പം ഏകദേശം ഇന്നിപ്പോ എത്ര ഡേറ്റ്? ഇന്ന് ഒക്ടോബർ 25 അപ്പൊ ഏകദേശം 2 മാസം ഇല്ല അല്ലേ, ഒരു 50 നവംബർ 20 ഡിസംബർ, അപ്പൊ ഏകദേശം ഒരു 2 മാസം വരുന്നില്ല, 50-55 ദിവസത്തോളം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനിയും തുടങ്ങിയാൽ തീർക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും കഴിയും. അതിന്റെ ആദ്യ സ്റ്റെപ്പാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്ന്, പരീക്ഷാ ഡേറ്റ് ഉറപ്പായി കഴിഞ്ഞു. 20-12-2025 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 പരീക്ഷ. അപ്പൊ ഡേറ്റ് വ്യക്തമായി കഴിഞ്ഞു. ഈ ദിവസങ്ങൾ എണ്ണി പഠനം പഠിച്ചു തീർക്കുക. അതാണ് ആദ്യ ജോലി എന്ന് പറയുന്നത്. അതിനുവേണ്ടി ആദ്യ സ്റ്റെപ്പ് എന്താണ്? സിലബസിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുക. അപ്പോൾ ഒരു ഒഫീഷ്യൽ PDF സിലബസ് ഉണ്ട്, ഞാൻ നിങ്ങളിലേക്ക് അത് ഷെയർ ചെയ്യാം. കിട്ടാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ അതിന്റെ പഠനം തുടങ്ങിക്കോണേ. നോക്കൂ, ഈ സിലബസിന്റെ വിശദീകരണങ്ങൾ കൃത്യമായി ബോർഡിലേക്ക് ഒന്ന് ചെക്ക് ചെയ്യണേ. സിലബസായി പറയുമ്പോൾ ഈ കഴിഞ്ഞ അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ സിലബസ് ആണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. നോക്കണേ, സിലബസിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കൂ, ഈ സിലബസിൽ പറയുന്ന ചരിത്രം എത്ര മാർക്കാണ്? 5 മാർക്കാണ് ചരിത്രം പറയുന്നത്. പിന്നെ ഭൂമിശാസ്ത്രമോ, അതും 5 മാർക്ക്, അതായത് ജോഗ്രഫി. പിന്നുള്ളത് എക്കണോമിക്സ് ആണ്, 5 മാർക്ക്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 8 മാർക്കാണ്. കേരളം ഭരണ സംവിധാനങ്ങൾ 3 മാർക്ക്. അതുപോലെ തന്നെ ജീവശാസ്ത്രവും ഭൗതികാരോഗ്യവും എത്ര മാർക്കാണ്? 4 മാർക്ക്. ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ജോഗ്രഫിയോ അത് 3 മാർക്ക്. രസതന്ത്രം അല്ലെങ്കിൽ കെമിസ്ട്രിയോ 3 മാർക്ക്. പിന്നെയുള്ളത് കലാകായികം സാഹിത്യ സംസ്കാരമോ അത് 4 മാർക്കാണ്. പിന്നെയുള്ള കറണ്ട് അഫയർ അല്ലെങ്കിൽ ആനുകാലിക വിഷയങ്ങൾ എത്ര മാർക്കാണ്? 10 മാർക്കാണ്. അതുപോലെ തന്നെ Q&A റീസണിങ്ങോ അതുകൊണ്ട് 10 മാർക്ക്. പിന്നെ ഇംഗ്ലീഷോ 10 മാർക്ക്. പ്രാദേശിക ഭാഷ അല്ലെങ്കിൽ മലയാളം 10 മാർക്ക്. അതുപോലെ പിന്നെയുള്ളത് സ്പെഷ്യൽ ടോപ്പിക്കാണ്. മറന്നുപോകല്ലേ. അതായത് തസ്തികയുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയമാണ് സ്പെഷ്യൽ ടോപ്പിക്ക്. 20 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്ക്. മറന്നുപോകല്ലേ, 20 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്ക്. അപ്പൊ ഏറ്റവും പ്രധാനം അല്ലെ, ഒരുപക്ഷെ ഏറ്റവും പ്രധാനം ആ സിലബസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സ്പെഷ്യൽ ടോപ്പിക്കാണ്. നിലവിൽ 20 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്ക്. മറന്നു പോകരുത്. ക്ലിയർ അല്ലേ? ക്ലിയർ. അപ്പൊ അതിന്റെ വിശദീകരിച്ച സിലബസിലേക്ക് നമുക്ക് പോകണം. നോക്കൂ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വിശദമായ സിലബസ്. അതിനുണ്ട് ചരിത്രം എത്ര മാർക്കാണ്? 5 മാർക്ക് എന്ന് പറഞ്ഞു. 3 ഏരിയ കവർ ചെയ്യണം. ഒന്ന് കേരളം അല്ലെ, കേരളത്തിലെ യൂറോപ്യന്മാരുടെ വരവ്, അവരുടെ സംഭാവനകൾ, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീധര തിരുനാൾ വരെ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, ഐക്യ കേരള പ്രസ്ഥാനം, 1956 ശേഷമുള്ള കേരളത്തിന്റെ അവസ്ഥ. പിന്നെയുള്ളത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, 1ാം സ്വാതന്ത്ര്യ സമരം, INSE, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ പോലെ ചേർത്തിട്ട് ഇന്ത്യൻ ഹിസ്റ്ററി. പിന്നെയുള്ളത് വേൾഡ് ഹിസ്റ്ററിയാണ്. ഇംഗ്ലണ്ടിന്റെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ചൈനീസ് വിപ്ലവം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി വേൾഡ് റവല്യൂഷൻ ഉണ്ട്. അതായത് ടോട്ടൽ ഹിസ്റ്ററി 5 മാർക്ക്. 3 ടോപ്പിക് കവർ ചെയ്യണം. ഒന്ന് ഏൻഷ്യന്റ് ഹിസ്റ്ററി, 2 മിഡീവൽ ഹിസ്റ്ററി, 3 ആധുനിക ചരിത്രം. ഇങ്ങനെ 3 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ്. ഇതിനുള്ളത് ഭൂമിശാസ്ത്രം 5 മാർക്കാണ്. ആദ്യം പറയുന്നു വേൾഡ് ജോഗ്രഫിയാണ്. ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ, ഘടന, പാറകൾ, ഭൗമോപരിതലം, അന്തരീക്ഷമർദ്ദം, ആഗോള പ്രശ്നങ്ങൾ, ആഗോള താപനം, മാപ്പുകൾ, ഇങ്ങനെ സമുദ്രചലനങ്ങളൊക്കെ ഉൾപ്പെടുത്തി വേൾഡ് ജോഗ്രഫി. മൊത്തം 5 മാർക്കേ ഉള്ളൂ ജോഗ്രഫി. വേൾഡ് ജോഗ്രഫി ഉണ്ട്. പിന്നെ ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട് അല്ലെ. ഇന്ത്യയിലെ ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, ഉത്തര മഹാസമുദ്രം, അവയുടെ സവിശേഷതകൾ, സസ്യപ്രകൃതി, കൃഷി, ധാതുക്കൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നുള്ളത് കേരള ജോഗ്രഫിയാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂപ്രകൃതി, ജില്ലകൾ, സവിശേഷതകൾ, വന്യജീവി, കൃഷി, ഗവേഷണ സ്ഥാപനങ്ങളും ധാതുക്കളും, വ്യവസായം, ഊർജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ ഗതാഗത മാർഗങ്ങൾ. പിന്നെയുള്ളത് അപ്പം ജോഗ്രഫി 5 മാർക്കാണെങ്കിലും 3 ടോപ്പിക്കിനെ കവർ ചെയ്യുന്നു. വേൾഡ് ജോഗ്രഫിയും ഇന്ത്യൻ ജോഗ്രഫിയും കേരള ജോഗ്രഫിയും. പിന്നെയുള്ളത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ 5 മാർക്കേ ഉള്ളൂ. ആ 5 മാർക്കിൽ ഇന്ത്യൻ സാമ്പത്തിക രംഗം, പഞ്ചവർഷ പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം. 5 മാർക്കാണ് എക്കണോമിക്സ്. പിന്നെയുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി, DPSB, അതുപോലെ ആമുഖം, പൗരത്വം, മൗലിക കടമകൾ, മൗലിക അവകാശങ്ങൾ, അതുപോലെ തന്നെ പ്രധാന ഭരണഘടനാ ഭേദഗതികൾ, 42, 44, 52, 73, 74 പോലുള്ള കാര്യങ്ങൾ. പിന്നെയുള്ളത് പഞ്ചായത്ത് രാജ്, ലിസ്റ്റുകൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്.
പിന്നുള്ളത് കേരളവും കേരള ഭരണ സംവിധാനങ്ങളാണ്. 3 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. കേരളത്തിലെ സംസ്ഥാന സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ കമ്മീഷനുകൾ, സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കാരങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവർക്ക് വേണ്ടിയുള്ള സ്കീംസ് അല്ലെങ്കിൽ പോളിസീസ്. പിന്നെയുള്ളത് ബയോളജിയാണ്. ബയോളജിക്ക് നമ്മൾ നിലവിൽ കൊടുത്തിരിക്കുന്ന 4 മാർക്കാണ്. ഹ്യൂമൻ ബോഡി, വിറ്റാമിൻ, രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, ആരോഗ്യ അടിസ്ഥാന വിജ്ഞാനം, പരിസ്ഥിതി പ്രശ്നങ്ങളും. പിന്നെയുള്ളത് ഭൗതിക ശാസ്ത്രം 3 മാർക്കാണ്. അവിടെ ചലനവുമായി ബന്ധപ്പെട്ടും അതുപോലെ ഭൗതികശാസ്ത്രത്തിന്റെ ശാഖകൾ, ദ്രവ്യം, യൂണിറ്റ്, ചലനം, ന്യൂട്ടന്റെ മോഷൻ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ 3 മോഷൻ, അതായത് 3 ചലന നിയമങ്ങളും വേണം. പിന്നെ ISRO ബഹിരാകാശ നേട്ടങ്ങൾ ഉൾപ്പെടെയുള്ളതായിരിക്കും. പിന്നെ പ്രകാശവുമായി ബന്ധപ്പെട്ട ലെൻസ്, മഴവില്ല്, വസ്തുക്കൾ, വിവിധ വർണ്ണങ്ങൾ, ഇങ്ങനെയുള്ള കാര്യം. പിന്നെ കുറച്ച് റേസ് ഉണ്ട്, IR, UV, എക്സ്റേ പോലുള്ളത്. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ശബ്ദമാണ്, വിവിധതരം തരംഗങ്ങൾ, വ്യത്യസ്ത മാധ്യമങ്ങൾ, പ്രകാശത്തിന്റെ പ്രവേഗം, അനുരണനം, ആവർത്തന, പ്രതിപതനം. പിന്നെയുള്ളത് ബലവുമായി ബന്ധപ്പെട്ട് പാസ്കൽ ലോയും സാന്ദ്രതയും മർദ്ദവും പോലുള്ള കാര്യങ്ങൾ. പിന്നെയുള്ളത് ഗുരുത്വാകർഷണമുണ്ട്, അതുപോലെ താപമുണ്ട്, വിവിധ പ്രവൃത്തി ഊർജങ്ങളുണ്ട്. രസതന്ത്രമാണ്, 3 മാർക്കാണ്. രസതന്ത്രത്തിന് ആധുനികം, അതായത് ആറ്റം, തന്മാത്ര, ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ, രൂപാന്തരത്വം, പാരക നിയമങ്ങൾ, അക്വറിജിയ, ആവർത്തന പട്ടിക, ലോഹങ്ങളും അലോഹങ്ങളും, അതുപോലെ തന്നെ pH, ആൽക്കലോയിഡ്, രാസപ്രവർത്തനങ്ങൾ, ലായനികൾ. അങ്ങനെ രസതന്ത്രം എത്ര മാർക്കാണ്? 3 മാർക്കാണ്. പിന്നെയുള്ളത് കലയാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യശ്രാവ്യ കലകൾ, അവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം, വ്യക്തികൾ, കലാകാരന്മാർ, എഴുത്തുകാർ. പിന്നെയുള്ളത് കായികമാണ്. സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെയും ലോകത്തിലെയും കേരളത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട സ്പോർട്സിന്റെ ട്രോഫികൾ, അവാർഡുകൾ, കളികളുമായി ബന്ധപ്പെട്ട പദങ്ങൾ, പ്രധാന വേദികൾ പോലുള്ള കാര്യങ്ങൾ. പിന്നെ വേൾഡ് സ്പോർട്സ് എന്ന് പറയുമ്പോൾ ഏഷ്യൻ ഗെയിംസും നാഷണൽ ഗെയിംസും എല്ലാം കൃത്യമായി ഉൾപ്പെടുന്നുണ്ട്. ക്ലിയർ. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഏഷ്യൻ ഗെയിംസ് ഉണ്ട്, സാഫ് ഗെയിംസ് ഉണ്ട്, ദേശീയ ഗെയിംസ് ഉണ്ട്, ഗെയിംസ് ഇനങ്ങളുണ്ട്, താരങ്ങളുണ്ട്, നേട്ടങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കൃത്യമായി ഉൾപ്പെടുത്തി സ്പോർട്സിനെ കവർ ചെയ്തു പോകും. വലിയ ടോപ്പിക്കാണ് സ്പോർട്സ്. ഇനിയുള്ള സാഹിത്യം. സാഹിത്യമായി ബന്ധം മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദികൃതികൾ, കൃതികർത്താക്കൾ, എഴുത്തുകാർ, കഥാപാത്രങ്ങൾ, തുല്യനാമങ്ങൾ, അപരനാമങ്ങൾ. പ്രശസ്തമായ വരികളുണ്ട്, എഴുത്തുകാരുണ്ട്, മലയാള പത്രപ്രവർത്തനത്തിന്റെ ആരംഭമുണ്ട്, തുടക്കം കുറിച്ചവർ, ആനുകാലികം, അതുപോലെ പ്രധാനപ്പെട്ട അവാർഡുകൾ, ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അനുബന്ധ വസ്തുതകൾ, മലയാള സിനിമയുടെ ഉത്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ, പ്രധാന സംഭാവന നൽകിയവർ, മലയാള സിനിമയും ദേശീയ അവാർഡ്. അങ്ങനെ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പിന്നെ സംസ്കാരമാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക ആഘോഷങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വ്യക്തികൾ, അതുമായി ബന്ധപ്പെട്ട സാംസ്കാരിക കേന്ദ്രങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എത്ര മാർക്കാണ് സംസ്കാരത്തിന് വെച്ച്? അതായത് ടോട്ടലി 4 ടോപ്പിക്ക് 5 മാർക്കാണ്. സാഹിത്യവും ആർട്സും ലിറ്ററേച്ചറും സംസ്കാരവും ചേർത്ത് 5 മാർക്ക്. പിന്നെയുള്ളത് കറണ്ട് അഫെയർ 10 മാർക്ക്. ലാസ്റ്റ് 1 ഇയർ ഫോക്കസ് ചെയ്യണം. ഈ 2025 ജനുവരി അല്ലേ? 2025 ജനുവരി മുതൽ 2025 ഡിസംബർ 31 വരെ. 2025 ജനുവരി മുതൽ ഡിസംബർ 31 വരെ നമുക്ക് വേണ്ട. കാരണം നമുക്ക് ഡിസംബർ 20 പരീക്ഷയല്ലേ. തീർച്ചയായിട്ടും നമുക്കൊരു നവംബർ വരെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക. 2025 ജനുവരി മുതൽ 2025 നവംബർ ഉള്ളത് മതി. ക്ലിയർ അല്ലേ? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ പരീക്ഷ ജനുവരി 24 അപ്പം നമ്മുടെ AP അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ജനുവരി 24 ബാക്കി കറണ്ട് അഫയർ നോക്കി വെച്ചേക്കാം. ഡിസംബർ 30 വരെ നമുക്ക് നോക്കുക. നമുക്ക് ജനുവരി 24 AP എഴുതാനുണ്ട്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഉണ്ട്. അപ്പൊ ബാക്കി കറണ്ട് അഫയർ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. പിന്നെയുള്ളത് QA ആൻഡ് റീസണിങ്. QA 5 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. 5 മാർക്കിൽ ആരൊക്കെയുണ്ട്? സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ഭിന്നസംഖ്യ, ദശാംശ സംഖ്യ, പെർസെന്റേജ്, ലാഭവും നഷ്ടവും, സാധാരണ പലിശ, കൂട്ടുപലിശ, അംശബദ്ധം, അനുപാതം, സമയവും ദൂരവും, സമയവും പ്രവൃത്തിയും, ശരാശരി, കൃത്യങ്ങൾ, ചുറ്റളവ്, പ്രോഗ്രഷൻസ് അല്ലേ. അങ്ങനെ 5 മാർക്കാണ് QA. ബാക്കിയുള്ള 5 മാർക്ക് റീസണിംഗ് ആണ്. റീസണിംഗുമായി ബന്ധപ്പെട്ട ശ്രേണികൾ, സംഖ്യാശ്രേണികൾ, അക്ഷരശ്രേണികൾ, സാധാരണ പരിശോധന, സമാന ബന്ധങ്ങൾ, ഒറ്റയാനെ കണ്ടെത്തൽ, സംഖ്യാവലോകന പ്രശ്നങ്ങൾ, കോഡിംഗ്, ഡീകോഡിംഗ്, കുടുംബബന്ധം, ദിശ, കലണ്ടർ, ക്ലോക്ക് പോലുള്ള കാര്യങ്ങൾ. ഇനിയുള്ളത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിന് 10 മാർക്കാണ് ടോട്ടലി ഉള്ളത്. പഴയ പോലെ പതിവ് പോലെ 5 മാർക്ക് ഗ്രാമാറ്റിക്കൽ പോർഷനും 5 മാർക്ക് വൊക്കാബുലറി. ഈ 5 ഗ്രാമാറ്റിക്കൽ ആരൊക്കെയുണ്ട്? പാർട്സ് ഓഫ് സ്പീച്ച്, സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്, ടൈപ്സ് ഓഫ് സെന്റൻസ്, ആർട്ടിക്കിൾസ്, ക്വസ്റ്റ്യൻ ടാഗ്, ഇൻഫിനിറ്റീവ് ജെറണ്ട്, ടെൻസസ്, പ്രൊപ്പോസിഷൻ, യൂസ് ഓഫ് കൊറലേറ്റീവ്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്. ഗ്രാമാറ്റിക്കൽ. പിന്നെ ഒക്കാബുലറി അതുപോലെ സിനോണിമ്, ആന്റോണിമ്, ഫ്രേസൽ വെർബ്, ഫോറിൻ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും, വൺ വേർഡും, വേർഡ്സ് ഓഫ് ആൻഡ് കൺഫ്യൂസനും, സ്പെല്ലിംഗ് ടെസ്റ്റും എല്ലാം കൃത്യമായിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട്. ക്ലിയർ. പിന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രാദേശിക ഭാഷ അല്ലെങ്കിൽ മലയാളമാണ്. മലയാളത്തിന് 10 മാർക്കാണ്. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ല്, സമാനപദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗ പുല്ലിംഗം.
ഓക്കെ അല്ലേ? അങ്ങനെ നമ്മൾ ആ ഒരു സെഷൻ അവിടെ കഴിഞ്ഞിട്ട് അവസാനം വരുമ്പോൾ നമുക്ക് ശരിക്കും സ്പെഷ്യൽ ടോപ്പിക് 20 മാർക്കാണ്. 20 മാർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ് ആൻഡ് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആണ് അല്ലേ? അതിൽ 6 മാർക്കാണ് ഫോറസ്റ്റ്. ആദ്യം പറയുന്ന 6 മാർക്ക് കൃത്യമായി ഫോറസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. ഫോറസ്റ്റിന്റെ ഡെഫിനേഷൻസ്, റോള്, ബെനിഫിറ്റ്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ്, ഫോറസ്റ്റിന്റെ ടൈപ്സുകൾ, അതുപോലെ ഫോറസ്റ്റ് ബയോഡൈവേഴ്സിറ്റി, വെസ്റ്റേൺ ഘാട്ട്, നാച്ചുറൽ ഹിസ്റ്ററി ആൻഡ് സിഗ്നിഫിക്കൻസ്, സ്റ്റേറ്റ് ഓഫ് ദി ഫോറസ്റ്റ്, ഗ്ലോബൽ, ഇന്ത്യൻ, കേരള സിനാരിയോ, ഇമ്പോർട്ടന്റ് ഇവന്റ്സ് ആർ ഡേറ്റ്സ് റിലേറ്റഡ് ടു ഫോറസ്റ്റ് എൻവയോൺമെന്റ് തീംസ്, ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ഫിലോസഫികൾ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഓഫ് ഫോറസ്ട്രി, ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ ആൻഡ് ഫോറസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു ടോപ്പിക്കാണ് കൊടുത്തിരിക്കുന്നത്. 6 മാർക്കേ ഉള്ളൂ താനും, പക്ഷെ അത് പഠിക്കണം. ഏറ്റവും പ്രധാന ടോപ്പിക്കാണ്. അടുത്ത വൈൽഡ് ലൈഫ് 7 മാർക്കാണ്. നോക്കൂ, വൈൽഡ് ലൈഫ് ഡെഫിനിഷൻ ആൻഡ് വാല്യൂസ് ഓഫ് വൈൽഡ് ലൈഫ്, ത്രെറ്റ് ടു വൈൽഡ് ലൈഫ് ട്രേഡ്, സൈറ്റ്സ് ആൻഡ് ട്രാഫിക്, വൈൽഡ് ലൈഫ് കൺസർവേഷൻ, ഇൻസൈറ്റ് ടു എക്സൈറ്റ് ടു മെഷേഴ്സ്, പ്രൊട്ടക്ട് ഏരിയാസ് ഇൻ ഇന്ത്യ ആൻഡ് കേരള, നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി, കമ്മ്യൂണിറ്റി റിസർവ്, കൺസർവേഷൻ റിസർവ്, MAB ആൻഡ് കൺസെപ്റ്റ് ഓഫ് ബയോസ്ഫിയർ റിസർവ്, ത്രെറ്റൻഡ് ആൻഡ് എൻഡോമിക് സ്പീഷീസ് ഓഫ് വെസ്റ്റേൺ ഗാർഡ്സ്, IUCN റെഡ് ലിസ്റ്റ് കാറ്റഗറി ആൻഡ് ക്രൈറ്റീരിയ. 7 മാർക്കാണ് വൈൽഡ് ലൈഫ്. പിന്നെയുള്ളത് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് 5 മാർക്ക്. ഇമ്പോർട്ടന്റ് ആക്ട് ടു ഇന്ത്യൻ ഫോറസ്റ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട ഫോറസ്റ്റ് 1927, റിസർവ് ഫോറസ്റ്റ്, പ്രൊട്ടക്ട് ഫോറസ്റ്റ്, വില്ലേജ് ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ 1972, ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾസ്, ഫോറസ്റ്റ് കൺസർവേഷൻ 1980, അതിന്റെ ഒബ്ജക്റ്റീവുകൾ, 1927 ഫോറസ്റ്റ് ആക്ട്, 72, 1980. പിന്നെയുള്ള കൺസർവേഷൻ സ്കീംസ് ഉണ്ട്. ടൈഗറിന്റെയും എലിഫന്റും, കിർലയൺ, സ്നോ ലിയോപ്പാർഡ്, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്, ക്രൊക്കഡോയിൽ ട്രേഡിംഗ്. അപ്പൊ അത് കൃത്യമായിട്ട് കൺസർവേഷനുമായി ബന്ധപ്പെട്ട 5 മാർക്ക്. പിന്നുള്ളത് IT ആണ്. 2 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്കിൽ. അത് എല്ലാം IT നോക്കാൻ നിൽക്കണം. പറഞ്ഞേക്കുന്ന സെഷൻസ് മാത്രം നോക്കുന്നതാണ് സേഫ്. കാരണം കംപ്ലീറ്റ് തീർക്കാൻ നമുക്ക് സമയം കിട്ടില്ല. മാത്രമല്ല കൃത്യമായിട്ട് സെഷൻസ് ഉണ്ട്, മാത്രം മതി. 2 മാർക്കല്ലേ ഉള്ളൂ. അപ്പൊ 43, 43A, 65, 66, 66B, 66C, 66D IT 2000. പിന്നെ 66E, 66F, 67, 67A, 67B, 72, 77B. അത്രയും മതി കേട്ടോ. സെഷൻസ് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് നിലവിൽ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷ 50 ദിവസങ്ങൾക്ക് അപ്പുറം നടക്കാൻ പോകുന്നത്. അപ്പൊ 50 ദിവസമാണ് അറൗണ്ട് പരീക്ഷയ്ക്കുള്ളത്. നമുക്കറിയാം ഇന്നിപ്പോ ഒക്ടോബർ 25 തീർച്ചയായിട്ടും. ഇനിയിപ്പോ നവംബർ 20 ഏകദേശം ഒരു 25 ദിവസം ആകുകയാണ്. പിന്നെ അവിടുന്ന് ഒരു 30 ദിവസം. അപ്പൊ കൃത്യമായി പറഞ്ഞാൽ 55 ദിവസമാണ് എക്സാമിന് അവശേഷിക്കുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ബാച്ചുകൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ നിലവിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ, ഇന്ത്യ BSc യൂട്യൂബ് ചാനൽ കണ്ടുപിടിക്കുന്ന എല്ലാവരും നമ്മുടെ ക്ലാസ് കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക. എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക, മറക്കല്ലേ. അപ്പൊ ഇനി വരാൻ പോകുന്ന കേരളത്തിലെ എല്ലാ പരീക്ഷകളുടെയും നോട്ടിഫിക്കേഷനും സിലബസും ബാച്ചുകളുടെ ഡീറ്റെയിൽസ് ഞാൻ കൃത്യമായിട്ട് ഈ ചാനൽ വഴി കൃത്യമായി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിലവിൽ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുപിടിക്കുന്ന എല്ലാവരും വൺസ് അഗൈൻ പറയുകയാണ്, ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക. എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായി ഷെയർ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുമായിട്ടോ മറ്റേതെങ്കിലും കേരളത്തിലെ PSC, SSC, RRI പരീക്ഷയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകളോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, ഒരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. 790 കാണുന്നുണ്ടോ നമ്പർ? നോക്കൂ, 7907, അതുപോലെ 365854. ശരിയല്ലേ? 7907 365854. അപ്പൊ ഈ നമ്പർ കൃത്യമായി സ്ലൈഡിലും ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കമന്റ് ബോക്സിലും. എന്തെങ്കിലും ഡൗട്ടുകളോ ആശയക്കുഴപ്പമോ ഉണ്ടെങ്കിൽ നമ്പറിൽ കൃത്യമായിട്ട് കോൺടാക്ട് ചെയ്യുക, ചോദിക്കുക, മനസ്സിലാക്കുക. ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൃത്യമായിട്ട് അഡ്മിഷൻ എടുക്കുക കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ഓക്കെ, താങ്ക് യു. ബാക്കിയെല്ലാം വരും ദിവസം. അതൊറ്റ കാര്യമാണ്. നമ്മുടെ നിലവില് നമ്മുടെ പരീക്ഷ 20 തീയതിയാണ്. പഠനം ഫാസ്റ്റ് ആക്കണം. 20 തീയതി 55 ദിവസവും കൂടെ ഉള്ളൂ. അതുപോലെ തന്നെ അഡ്വാൻസ് ആയിട്ട് ഈ നിലവിൽ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും നമ്മുടെ ഇന്ത്യ BSc അക്കാഡമിന്റെ ബെസ്റ്റ് വിഷസ്. കൃത്യമായും വ്യക്തമായും ശക്തമായും പരീക്ഷ എഴുതുക. ഈ വർഷം തന്നെ ജോലി ഉറപ്പിക്കുക. ഓക്കെ, താങ്ക് യു.